പോളിംഗ് അവസാനിക്കുന്നതുവരെ ബൂത്തിൽ സംഭവിക്കാൻ പോകുന്ന അസാധാരണമായ സംഭവവികാസങ്ങളും അതുപോലെ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയുമാണ് ഈ വീഡിയോയിൽ. നമസ്കാരം. വോട്ടിംഗ് മെഷീൻ്റെ ചുമതല തേർഡ് പോളിംഗ് ഓഫീസർക്കാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ എഴുതി നൽകുന്ന വോട്ടർ സ്ലിപ്പ് വാങ്ങുക, അത് 25 കെട്ടുകളാക്കി കെട്ടിവെക്കുക, അതിൻ്റെ സീരിയൽ നമ്പർ ക്രമത്തിൽ മാത്രം വോട്ടറെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കുക, മായ്ക്കാനാവാത്ത മഷി വിരലിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വിടുക. ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു. കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ഓണായി കാണുന്നു. വോട്ടിങ്ങിന് ശേഷം ബീപ്പ് സൗണ്ടോടുകൂടി കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ഓഫ് ആവും. തുടർന്ന് വീണ്ടും ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. പ്രക്രിയ തുടരുന്നു. ടെൻഡേഡ് ബാലറ്റുമായി പോകുന്ന വോട്ടർ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ തേർഡ് പോളിംഗ് ഓഫീസർ പുലർത്തണം. ഈ സമയം ബാലറ്റ് ബട്ടൺ ഒരു കാരണവശാലും പ്രസ് ചെയ്തിരിക്കരുത്. ബിസി ലാമ്പ് ഓഫായി തന്നെ കിടക്കണം. അതുപോലെ ബിസി ലാമ്പ് ഓണായി കിടക്കുമ്പോൾ ഒരു കാരണവശാലും ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് ടോട്ടൽ അന്വേഷിക്കരുത്. ബിസി ലാമ്പ് ഓഫായിരിക്കുമ്പോഴാണ് ടോട്ടൽ എടുക്കേണ്ടത്. EVMന് തകരാർ സംഭവിച്ചാൽ എന്തു ചെയ്യണം? പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന തകരാറുകൾ നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ ഉണ്ട്, പരിഹരിക്കാൻ പറ്റാത്തതും. ഇത്തരത്തിൽ കൺട്രോൾ യൂണിറ്റിനോ ഏതെങ്കിലും ബാലറ്റ് യൂണിറ്റിനോ തകരാർ സംഭവിക്കുകയാണെങ്കിൽ EVM പൂർണ്ണമായും മാറ്റണം. കമ്മീഷൻ ചെയ്യാത്ത മെഷീനുകളാണ് ഈ അവസരത്തിൽ ബൂത്തിൽ കൊണ്ടുവരിക. ഏജൻറ്റുമാരുടെ മുന്നിൽ വെച്ച് സെക്ടർ ഓഫീസറുടെ സഹായത്തോടുകൂടി വരണാധികാരി യന്ത്രം കമ്മീഷൻ ചെയ്യും. EVM മാറ്റിയാൽ വീണ്ടും മോക്ക് പോൾ നടത്തണം. ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു വോട്ടെങ്കിലും ലഭ്യമാവണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ്റെ പാർട്ട് 2-ൽ പ്രഖ്യാപനം. അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യണം, പോളിംഗ് ഏജൻറ്റുമാർ സൈൻ ചെയ്യണം. അതുപോലെ തന്നെ സൈൻ ചെയ്യുവാൻ വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുടെ പേരും അവരുടെ സ്ഥാനാർത്ഥിയുടെ പേരും എഴുതണം. ചാലഞ്ച്ഡ് വോട്ട്സിൻ്റെ കേസാണ് അടുത്തത്. വോട്ടർ ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ഉറക്കെ ഒന്നാം പോളിംഗ് ഓഫീസർ വായിക്കുമല്ലോ. ആ സമയത്ത് പോളിംഗ് ഏജൻറ്റുമാർ അത് ചലഞ്ച് ചെയ്യുന്നു. അതായത് വന്നത് യഥാർത്ഥ വോട്ടറല്ല എന്ന് പോളിംഗ് ഏജൻറ്റ് ചലഞ്ച് ചെയ്യുന്നു. 10 രൂപ ഫീസ് അടച്ചാണ് ചലഞ്ച് ചെയ്യേണ്ടത്. ആദ്യം അതിൻ്റെ റെസിപ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർ നൽകണം. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ നടത്തുന്ന അന്വേഷണത്തിൽ തീരുമാനം എടുക്കും. പ്രിസൈഡിംഗ് ഓഫീസർ ആണ് അന്വേഷണം നടത്തുന്നത് എന്നതിനാൽ പോളിംഗ് അവിടെ തടസ്സപ്പെടുന്നില്ല. ക്യൂവിൽ പിന്നിലുള്ള വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ക്യൂവിലുള്ള വോട്ടർമാരോട് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരങ്ങൾ ആരായാം. അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരോട് ആരായാം. ചലഞ്ച് പരാജയപ്പെട്ടാൽ വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്താം. അതായത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് വന്നത് യഥാർത്ഥ വോട്ടറാണ് എന്ന് ബോധ്യപ്പെടുന്നു. അദ്ദേഹത്തെ സാധാരണ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ അനുവദിക്കുന്നു. ചലാൻ ഫീയായി ലഭിച്ച 10 രൂപ ഫോർഫീറ്റഡ് കണ്ടുകെട്ടി എന്ന കോളത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കാം. ഇനി ചലഞ്ച് വിജയിക്കുകയാണെങ്കിൽ പണം ഏജൻറ്റിന് തിരികെ നൽകണം. അതുപോലെ തന്നെ റിസീവ്ഡ് എന്ന് കൗണ്ടർ ഫോയിൽ എഴുതി ഒപ്പ് വാങ്ങുകയും വേണം. ഫോം നമ്പർ 21-ൽ ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സ് ഫിൽ ചെയ്ത് വിവരങ്ങൾ രേഖപ്പെടുത്തണം. അടുത്തത് ടെൻഡേഡ് വോട്ടാണ്. ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്താൻ വന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ ആ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയതായി മാർക്ക്ഡ് കോപ്പിയിൽ കാണിക്കുന്നു. വോട്ടറെ തിരിച്ചറിയുന്നതിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പരാജയപ്പെട്ടതാണ് കാരണം. ഇത്തരം ഘട്ടത്തിൽ മെഷീനിൽ യാതൊരു കാരണവശാലും വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ 21A-യിൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നേരത്തെ ഈ വോട്ട് ചെയ്തിരിക്കുകയാണ്. ടെൻഡേഡ് വോട്ടിൻ്റെ വിവരങ്ങൾ 21B-യിലാണ് രേഖപ്പെടുത്തേണ്ടത്. ടെൻഡേഡ് ബാലറ്റ്, ആരോ ക്രോസ് മാർക്ക്, സീൽ പാഡ് എന്നിവ സഹിതം അദ്ദേഹത്തെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു.
അവിടെ വെച്ച് വോട്ട് ചെയ്ത് മടക്കി പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈവശം ഏൽപ്പിക്കുന്നു. അന്ധരും അവശരുമായ ആൾക്കാരുടെ വോട്ട് ഒരു സഹായിയെ വെച്ച് അവർക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കും. സാധാരണഗതിയിൽ വോട്ടിംഗ് മെഷീനിൽ ബ്രെയിൽ ലിപിയിൽ 1, 2, 3 എന്ന ക്രമത്തിൽ ക്രമനമ്പർ വലതുവശത്ത് ഉണ്ടാവും. പ്രിസൈഡിംഗ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലെ ഈ സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പരും അവരുടെ ചിഹ്നവും വോട്ടർക്ക് പറഞ്ഞു നൽകേണ്ടതാണ്. അങ്ങനെ ഇത്തരം വോട്ടർമാർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അന്ധരോ അവശരോ ആയ ആൾക്കാർക്ക് ഒരു സഹായിയെ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫോം നമ്പർ 22-ൽ സഹായിയുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഇന്നേ ദിവസം ഞാൻ ആരുടെയും മറ്റൊരാളുടെയും സഹായിയായി ഒരു ബൂത്തിലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള സഹായിയുടെ സാക്ഷ്യപത്രം ഒപ്പിട്ട് വാങ്ങണം. സഹായിയുടെ വലത് ചൂണ്ടുവിരലിൽ മഷി വെക്കണം. വോട്ടറുടെ പ്രായം സംബന്ധിച്ച് സംശയം പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ഡീക്ലറേഷൻ വാങ്ങുവാൻ വേണ്ടി സാധിക്കും. ഡീക്ലറേഷൻ നൽകാൻ വിസമ്മതിച്ചാലും അദ്ദേഹത്തെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കണം. പിന്നീട് ഡീക്ലറേഷൻ തന്നവരുടെയും തരാൻ വിസമ്മതിച്ചവരുടെയും ലിസ്റ്റും തയ്യാറാക്കണം. വോട്ടർ പട്ടികയിലെ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ, ചെറിയ അക്ഷരത്തെറ്റുകൾ അവഗണിക്കാം. അടുത്തത് അണ്ടർ വോട്ടാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർക്ക് ബ്ലോക്കിലോ ജില്ലയിലോ വോട്ട് രേഖപ്പെടുത്താതെ എൻ ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. വോട്ടറുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ വോട്ട് ചെയ്യുവാൻ വോട്ടർക്ക് അധികാരമുണ്ട്. ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഏതെങ്കിലും 1-ലോ 2-ലോ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റ് യൂണിറ്റിലെ എൻഡ് ബട്ടൺ, ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വോട്ടിംഗ് അവസാനിപ്പിക്കാം. എൻ ബട്ടൺ പ്രസ് ചെയ്യാതെ പുറത്തു പോകുന്ന വോട്ടറോട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അത് പ്രസ് ചെയ്യുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. അത് പ്രസ് ചെയ്യാൻ വിസമ്മതിച്ച് വോട്ടർ പുറത്തു പോവുകയും ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി എൻ ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. വോട്ടിങ്ങിന് ക്രമമില്ല. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലോ അല്ലാതെയോ വോട്ടർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കും. വോട്ടിംഗ് അവസാനിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ എല്ലാ പോളിംഗ് ഏജൻറ്റുമാരെയും പ്രിസൈഡിംഗ് ഓഫീസർ ആ കാര്യം അറിയിക്കേണ്ടതാണ്. കൃത്യം 6 മണിക്ക് ക്യൂവിലുള്ളവർക്ക് ടോക്കൺ നൽകേണ്ടതാണ്. ടോക്കൺ നേരത്തെ തന്നെ നമ്പറിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഫുൾ സിഗ്നേച്ചർ വെച്ച് തയ്യാറാക്കേണ്ടതാണ്. 6 മണിക്ക് ക്യൂവിലുള്ള അവസാനത്തെ ആൾക്കാണ് 1ാമത്തെ ടോക്കൺ നൽകേണ്ടത്. അവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കണം. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ, ക്ലോസിംഗ് ടൈം, അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനും ലഭിച്ച വോട്ടുകൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ എല്ലാം കൃത്യമായി എഴുതി വെക്കണം. അക്കൗണ്ട് ഓഫ് വോട്ട്സ് 24A ഫില്ല് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ അതിനകത്ത് പൂരിപ്പിക്കേണ്ടതാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലേക്ക് സെപ്പറേറ്റ് 24A തയ്യാറാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഡാറ്റ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. നന്ദി, നമസ്കാരം.